വിശ്വാസം കൂടാ പറയണല്ലോ. മുഅ്മിനീങ്ങൾക്ക് നബിയെ കേട്ട വിശ്വാസം കൂടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതേത് കാര്യം അങ്ങനെയല്ലേ, അതേത് കാര്യം അങ്ങനെയല്ലേ. ഖൽബ് എങ്ങോട്ടാ ചായേണ്ടത്? പുണ്യ റസൂലിലേക്ക്. ആരാ പുണ്യ റസൂൽ? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഫഖൻ നബീനാ ഫീ ഖൽഖിൻ വഫീ ഖുലുഖി ولم يدانه في علم ولا كرم مولاي صل وسلم أبدا على حبيبك خير الخلق كلهم. പുണ്യനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അവർ എപ്പോഴും കേട്ടിരുന്നു, എപ്പോഴും പറഞ്ഞിരുന്നു. അവർക്കിടയിൽ പാട്ടുണ്ടാക്കിയിരുന്നത് ഇസ്ലാം, അവർ വലിയ പാട്ടുകാരായിരുന്നുവല്ലോ. ഇസ്ലാമായതിനു ശേഷം പിന്നെ ഉണ്ടാക്കിയ പാട്ടെല്ലാം ആ കവികൾ മുത്തുനബിയെ പറ്റിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയത്തിൽ കെട്ടിത്തൂക്കിയ പാട്ടിന്റെ ആളായിരുന്നു റബിയ. റബിയയുടെ പാട്ട് കഅബാലയത്തിൽ കെട്ടിത്തൂക്കിയിരുന്നു. ആ റബിയ പിന്നെ മുസ്ലിമായപ്പോൾ മുത്തുനബിയെ പാട്ട് പാടി, മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്ര കവികൾ, അവരെല്ലാം എത്ര കവികൾ ഉണ്ടായിരുന്നു. അവർ ഇസ്ലാമിന്റെ മുമ്പ് ഭൗതികമായ പല പാട്ടുകളും ഉണ്ടാക്കിയിരുന്നു. ഇസ്ലാമായപ്പോഴോ പിന്നെ അവർ പാട്ടായി പാടിയതെല്ലാം യുഫാഖിറു അൻ റസൂലില്ലാഹ്, യുദ്ധത്തിന് പാട്ടുകാരെ കൂടെ കൊണ്ടുപോകുന്ന പതിവും നബിക്കുണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി അവർ യാത്ര ചെയ്യും, യാത്രയിലാണ് കാര്യമായ പാട്ട്. ഭക്ഷണം ഉണ്ടാവുകയില്ല, ദീർഘമായ യാത്ര പോകേണ്ടി വരും. അപ്പോൾ അവർക്ക് ഭക്ഷണം ലഭിച്ചിട്ടുണ്ടാവില്ല. രാത്രി ഇശയൊക്കെ നിസ്കാരവും കഴിഞ്ഞു, പക്ഷെ വിശ്രമത്തിനായിട്ടില്ല. ഇനി എത്രയോ ദൂരം യാത്ര ചെയ്യണം. ദീർഘമായ യാത്ര കഴിഞ്ഞിട്ട് അന്ന് വിശ്രമിക്കാൻ പറ്റൂ. അപ്പോൾ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കാൽനടയുമായി ആളുകൾ നബിയോട് കൂടെ അങ്ങനെ യുദ്ധത്തിന് പോകും. ആളുകൾക്ക് ക്ഷീണം വരുന്നുണ്ട് എന്ന് കണ്ടാൽ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ആരാണ് നമ്മെ ഒന്ന് സന്തോഷിപ്പിക്കുക? ആളുകൾക്ക് ക്ഷീണം തുടങ്ങിയിട്ടുണ്ട്, യാത്രക്കാരായ സ്വഹാബികൾക്ക് ക്ഷീണം തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നിയാൽ പുണ്യനബിയുടെ ഉടനെ ചോദിക്കും, ബുഖാരി മുസ്ലിമിലെല്ലാം ഹദീസ് കാണാം. മയ്യുരിഹുന, ആരാണ് നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കുക? അപ്പോൾ ഫയുനാശിദു വാഹിദുൻ, ഒരാൾ പാട്ട് പാടാൻ പറയും. ആ പാട്ടിൽപ്പെട്ടതാണ് നേരത്തെ ഞാൻ പാടിയത്. എന്ത് നിസ്കാര കണക്കൊന്നുമല്ല പാട്ട്, റസൂലുള്ളാഹിയുടെ മഹത്വം. നബിയെ, അങ്ങേക്കാൾ ഒരു സുന്ദരനെ ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലല്ലോ നബിയെ. മുഹമ്മദ് മുസ്തഫ തന്നെ അതാ പാട്ട്. ആ ജാതി പാട്ട് ഇങ്ങനെ പാടും. ഖന്തക്കിൽ റസൂലുള്ളാഹി സ്വഹാബികൾ പാട്ട് പാടിയിട്ടുണ്ടല്ലോ. ആരെ പറ്റി? നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ. ഖന്തക്കിൽ പാട്ട് പാടിയ 3 ദിവസമായി ഭക്ഷണം കഴിക്കാത്ത ധാരാളം ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഖന്തക്കിന്റെ കിടങ്ങിൽ കുഴിക്കുകയായിരുന്നു അസ്ഹാബു റസൂലില്ലാഹ്. അവര് ബാബു ഫളിൽ മുഹാജിരീന വൽ അൻസ്വാർ എന്ന അധ്യായത്തിൽ സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുഖാരി എടുത്തു നോക്ക്. ഖന്തക്കിന്റെ കിടങ്ങ് കയറി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ എന്ത് ചെയ്ത്? അവർക്ക് ഭക്ഷണമില്ല. 3 ദിവസമായി ഭക്ഷണം കഴിക്കാത്തവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? പാട്ട് പാടി. എന്താ പാട്ട്? ബുഖാരിയിൽ ബാബു ഫളിൽ മുഹാജിരീന വൽ അൻസ്വാർ എന്ന അധ്യായത്തിൽ അവരുടെ പാട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പാട്ട്? മുഹമ്മദ് നബിയുടെ പ്രശോഭിതമായ ധവള സുരഭിലവും സുന്ദരവുമായ കൈവെള്ളയിൽ കൈവച്ചവരല്ലോ ഞങ്ങൾ. പുണ്യ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിയുടെ കൈവെള്ളയുടെ മഹത്താണ് പാട്ട്. ഞങ്ങൾ ആരാ?
സഹീഹുൽ ബുഖാരി മുഹാജിരീങ്ങളുടെയും അൻസാരികളുടെയും മഹത്വം രേഖപ്പെടുത്തിയ അധ്യായമാണ് ബാബു ഫളിൽ മുഹാജിരീന വൽ അൻസാർ. അതിലെ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ ഹദീസ് സ്വഹാബികളുടെ പാട്ടാണ്. ഏത് പാട്ട്? റസൂലുള്ളാഹിയുടെ കൈവെള്ളയുടെ മഹത്വം. ഞങ്ങൾ മുത്തു മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കൈവെള്ളയിൽ കൈവച്ചവരല്ലോ ഞങ്ങൾ, കൈവച്ച് പ്രതിജ്ഞ ചെയ്തവരല്ലോ ഞങ്ങൾ എന്ന് അസ്ഹാബ് റസൂലില്ല. അവർക്കല്ലേ അവർക്കല്ലേ ജാബിറിന്റെ വീട്ടിലുണ്ടായ അല്പം ഭക്ഷണം കൊടുത്തത് പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ നബിയെ പറ്റി പ്രശംസിച്ചു പാടുക എന്നത് സ്വഹാബത്തിന്റെ രീതിയിൽ. അതുകൊണ്ട് തന്നെ എന്താ, നബിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെപ്പോഴും നബിയെ പറ്റി പറയും, നബിയെ പറ്റി കേൾക്കും. അപ്പൊ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾക്കറിയോ ഒരു സംഭവം? ആ സംഭവം ഇന്ന് പോലും ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. മഹാനായ സലബത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹുവിനെ ഖൈബർ യുദ്ധത്തിൽ വെട്ടുകൊണ്ടിട്ട് കൈ തൂങ്ങിപ്പോയി. വെട്ടുകൊണ്ടിട്ട് കൈയെടുത്തു, അറ്റ് വീണ് അറ്റുപോയി. ഇനി എന്താ ചെയ്യാന്നായി. അപ്പോൾ സലമ പറഞ്ഞു, നിങ്ങൾ എന്നെ രക്തം ഇങ്ങനെ ഒഴുകുക. ആ സമയത്ത് സലമ പറഞ്ഞു റളിയല്ലാഹു അൻഹു, നിങ്ങളൊന്നും ചെയ്യില്ലേ, നബി പരിഹാരം ഉണ്ടാക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ പറ പുണ്യ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ അത് പറയണമെങ്കിൽ ആ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ വിശ്വാസത്തിലാണ്. യുദ്ധക്കളത്തിൽ വെട്ടുകൊണ്ട് കൈ വീണ് വെട്ട് തട്ടി സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ. അപ്പൊ ഇനി എന്താ ചെയ്യാ? അപ്പൊ ഉടനെ സലമ പറയണ വർത്താനം എന്താണെന്നറിയോ? ഒന്നും ചെയ്യണ്ട, ഇലാ ഹളറത്തി റസൂലില്ല, പുണ്യനബിയുടെ അരികിലേക്ക് എങ്ങനെയെങ്കിലും എന്നെ എത്തിക്കുവേ. അങ്ങനെ സ്വഹാബികൾ താങ്ങിപ്പിടിച്ച് സലമത്ത് ബിനുൽ അക്വഅനെ റസൂലുള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുപോയി. അപ്പോൾ സലമയോട് പുണ്യ റസൂൽ പറഞ്ഞു, സലമ അതാ അള്ളാഹ്ക്കൊരു കൈ കൊടുത്താൽ നല്ലതല്ലേ സലം, ഇൻ സബർത ഫഹുവ ഖൈറുൽ ലക്, അത് സലം. അപ്പോൾ പറഞ്ഞു, നബിയെ എനിക്ക് ഇതുകൊണ്ട് ഇനിയും യുദ്ധം ചെയ്യാൻ കൊതിയുണ്ട്, അതുകൊണ്ട് ഈ കൈ എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ ഹബീബായ നബി കേട്ടോ റസൂൽ എന്താ ചെയ്തത്? അറ്റ് വീണ കയ്യ് മുറിവായിലേക്ക് നബി ഇങ്ങോട്ട് ചേർത്ത് വെച്ച്, അറ്റ് വീണ കയ്യ മുറിവായിലേക്ക് സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹു ന്റെ കയ്യ് മുത്തു മുഹമ്മദ് മുസ്തഫ ആ മുറിവായിലേക്ക് ചേർത്ത് വെച്ചിട്ട് അവിടുത്തെ ഉമിനീരിന് വേണ്ടി ചൂണ്ടുവരൽ റസൂലുള്ളാഹി വായിലേക്ക് വെച്ചു. എന്നിട്ടോ അവിടുത്തെ പരിശുദ്ധമായ പരിപാവനമായ ശറഫാക്കപ്പെട്ട ഉമിനീരിൽ അല്പം പുറത്തെടുത്തു. എന്നിട്ട് ആ വെട്ടുകൊണ്ട മുറിവായിലേക്ക് ചേർത്ത് വെച്ചിട്ട് അതിന്റെ മേലേക്ക് ബഹുമാനപ്പെട്ട പുണ്യ മുഹമ്മദ് മുസ്തഫ ഉമിനീരൊന്നി ഇങ്ങനെ പുരട്ടി കഴിഞ്ഞു. സലമയുടെ രോഗവും മാറി. അതേ യുദ്ധത്തിൽ അതേ കൈ കൊണ്ട് യുദ്ധം ചെയ്തു മഹാനായ സലമത്തുൽ ബിനുൽ അക്വഅ. അത് കഴിഞ്ഞ് സ്വഹാബികൾ എപ്പോഴും സലമയോട് ചോദിക്കും, സലമ ആ കൈ ഒന്ന് തരൂ. സലമയുടെ കൈ ചുംബിക്കാൻ വേണ്ടി സ്വഹാബികൾ മത്സരിച്ചിരുന്നു. എന്ത്? പണ്ടൊരു കാലത്ത് ഖൈബർ യുദ്ധത്തിൽ വെച്ച് റസൂലുള്ളാഹിയുടെ ഉമിനീരും അതിന്റെ മേലെ പുരട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനോടുള്ള ബഹുമാനം. റസൂലുള്ളാഹി വഫാത്തായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ കാലം കഴിഞ്ഞപ്പോ ഒരു യുദ്ധ സംഘത്തിലൂടെ പോയി യുദ്ധത്തിന് പോയ സ്വഹാബികളെ കൂട്ടത്തിൽ പോയിട്ട് സലമ ഇറാഖിൽ താമസമാക്കി റളിയല്ലാഹു അൻഹു. ഇറാഖിൽ സലമ താമസിച്ചിരുന്നത് റബദ എന്ന സ്ഥലത്താണെന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റബദ ഇറാഖിൽ കുറെ കാലം കഴിഞ്ഞ് യുദ്ധത്തിന് പോയ ഒരു സംഘത്തിൽ സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയിട്ട് പിന്നെ ഇറാഖിൽ എത്തി. പിന്നെ മദീനയിലേക്ക് മടങ്ങിയില്ല. അവിടെ അങ്ങനെ കൂടി മഹാനായ സലമ റളിയല്ലാഹു അൻഹു. ഇറാഖിൽ സലമ താമസിച്ചിരുന്ന ഗ്രാമം റബദ എന്ന ഗ്രാമമായിരുന്നു. ഈ സംഭവം ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ബുഖാരി ഇമാം പറയുന്നുണ്ട്, സ്വഹാബികൾക്കും താബിഈങ്ങൾക്കും ഒരു പതിവുണ്ടായിരുന്നു. എന്ത് ചെയ്യും? റബദയിലേക്ക് യാത്ര ചെയ്യുക. ലിതഖ്ബീലി യദി സലമ ഹുബ്ബൻ വഇക്റാമൻ ലിദീഖി റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വഹാ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. എത്ര
ഖൈബറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലമയുടെ കൈയിന്റെ മേലെ ഉമിനീര് പുരട്ടി എന്ന കാരണത്താൽ എന്ത് ചെയ്യും? സഹാബികളും താബിഈങ്ങളും പിന്നീട് ഇറാഖിൽ പോകും, റബദ എന്ന ഗ്രാമത്തിൽ പോകും. എന്ത്? ലിതഖ്ബീലി യദിഹി, ബഹുമാനപ്പെട്ട സലമയുടെ കൈയെ ചുംബിക്കാൻ വേണ്ടി. എന്റെ കാരണം ഇപ്പോൾ അവിടെ ഉമിനീരൊന്നുമില്ല. പണ്ട് ഖൈബറിൽ വെച്ച് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈവിരൽ പുറത്തെടുത്ത, ചൂണ്ടുവരലിൽ പുറത്തെടുത്ത ഉമിനീര് കൊണ്ട് മുഅജ്ജത്ത് കാട്ടിയിട്ടുണ്ട് ഈ കൈയിന്റെ മുകളിൽ. അതുകൊണ്ട് ഈ കൈയിനെ ബഹുമാനിക്കും. എന്തിന്? റസൂലുള്ളാഹിയുള്ള ശറഫാണത്, റസൂലുള്ളാഹിയുള്ള മാത്രമാണത്. പിന്നെ നിങ്ങളെ ചിന്തിക്കണം, ഈ പരിപാടി സലമ മരിക്കുന്നവരെ നടന്നിട്ടുണ്ട്. സലമയുടെ കൈ ചുംബിക്കാൻ വേണ്ടി ആളുകൾ ഇറാഖിൽ പോകാറുണ്ടായിരുന്നു. ചിന്തിച്ചോ? കേട്ടതിന്റെ പകുതി വരി ഓതിപ്പായണ്ട. മുറി ആലിമ് ദീന് പൊളിക്കുമെന്നാണ് പ്രമാണം. പഠിച്ചോ? അകക്കാനുള്ള വിജ്ഞാനം പഠിച്ചോ? ലാ തുശദ്ദുൽ റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, 3 പള്ളിയേക്കാൾ കൂടുതൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യുന്ന പലരുമുണ്ട്. അവർ ഒരു മഹത്വത്തിന് വേണ്ടിയും ഒരു യാത്രയും സമ്മതിക്കൂല. പക്ഷെ എന്താ ഈ പറഞ്ഞതെല്ലാം? അപ്പോൾ പലർക്കും തിരിയേണ്ടത് തിരിഞ്ഞില്ല, പഠിക്കേണ്ടത് പഠിച്ചില്ല. സലമയുടെ കൈ ചുംബിക്കാൻ വേണ്ടി സ്വഹാബികൾ യാത്ര ചെയ്തിരുന്നു, താബിഈങ്ങളും. സലമയുടെ മരണം വരെ ഈ കർമ്മം നടക്കുകയും ചെയ്തിട്ടുണ്ട്. സലമയുടെ കൈ ചുംബിക്കാൻ വേണ്ടി റബദയിൽ പോകാറുണ്ട്. ആരാണ് രേഖപ്പെടുത്തിയത്? ലോകം കണ്ട മുഹദ്ദിസായ അബൂ അബ്ദില്ലാഹ് മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.